ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ ദിലീപേട്ടൻ സിനിമ നിർത്താൻ പോകണമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ പവി കേട്ടേക്കർ പോലും പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പം ദിലീപേട്ടൻ്റെ ഈയിടെയായിട്ട് വന്ന് ഇറങ്ങിയ സിനിമകളിലൊക്കെ വൻ മോശമായിട്ട് തന്നെ പറയുന്നത്, സിനിമ പിടിച്ചവർക്ക് പോലും ലാഭം കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ലാഭം കിട്ടാത്ത രീതിയിലാണ് പടം പൊളിഞ്ഞു പോകുന്നത്. അതും ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് ഈയിടെയൊക്കെ വന്ന സിനിമകൾ നോക്കിയാൽ. ഇപ്പം ബാന്ദ്ര ആണെങ്കിലൊക്കെ പറഞ്ഞാൽ ഈ ബാന്ദ്രയും തങ്കമണിയൊക്കെ നല്ല എമൗണ്ട് നല്ല ബിഗ് ബഡ്ജറ്റ് സിനിമകൾ തന്നെയാണ്. പക്ഷെ ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് പടം പൊളിഞ്ഞു പോകുന്നത്. പല ജേണറി നോക്കണമെങ്കിൽ പോലും പുതിയ പുതിയ കഥകളോ പുതിയ പുതിയ കാര്യങ്ങളൊന്നും സിനിമകളിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് ഇത്രത്തോളം വിജയമില്ലായ്മ ഉണ്ടാവാൻ കാരണം. ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ പവി കേട്ടേക്കർ വന്ന് പലർക്കും ഇഷ്ടപ്പെടായിരുന്നു. കാരണം പഴയ ഒരു ദിലീപേട്ടനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പഴയ ദിലീപേട്ടനെയാണ് കിട്ടുന്നത്. പഴയ കോമഡികൾ, പഴയ സിറ്റുവേഷൻസ്, ഇതൊക്കെ ആകുമ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടാവില്ല. ഇപ്പം ബാന്ദ്ര എന്തെങ്കിലും പുതിയത് കൊണ്ടുവരാൻ നോക്കിയാൽ എന്തുണ്ടായിരുന്നു, കുറേ മുടി വളർത്തിയിട്ട് കുറേ കാര്യങ്ങൾ കാണിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലാരിറ്റി പോലും ക്വാളിറ്റി പോലും പ്രോമിസ്ഡ് അല്ലായിരുന്നു. അങ്ങനത്തെ ഒരു സിനിമയിൽ പോയി. അതൊക്കെ തന്നെയാണ് ഇപ്പം തമന്നൊക്കെ മലയാളത്തിൽ ആദ്യം വന്ന തമന്ന ആ സിനിമയിലാണെന്ന് പറയാം, ദിലീപിൻ്റെ ഏട്ടൻ്റെ കൂടെയാണ്. പക്ഷെ എന്തായി, പടം പൊളിഞ്ഞു പോയി. ഇനി അതിന് തങ്കമണി വന്നു. തങ്കമണി ഒരു ഒറിജിനൽ സ്റ്റോറി, യഥാർത്ഥ ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ് പടം വന്നത്. എന്നിട്ട് അതിനെന്താണ് സംഭവിച്ചത്? അതും ഇതേപോലെ തന്നെ ഒരു യഥാർത്ഥ സ്റ്റോറി എന്ന ലെവലിൽ തന്നെ പടം വന്നിരുന്നെങ്കിലെങ്കിലും വിജയിച്ചത്. പക്ഷെ അതിലൊരു സൂപ്പർ ഹീറോ കഥാപാത്രമായിട്ട് ദിലീപിനെ കൊണ്ടുവന്നു. കാരണം എന്താണ്, ഇപ്പോൾ ഒരു യഥാർത്ഥ സ്റ്റോറി തന്നെ കുറച്ച് മൂവി എന്ന ലെവലിൽ അല്ലെങ്കിൽ സിനിമ എന്ന ലെവലിൽ കുറെ കൂടി ആഡ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് ഒരാൾ രക്ഷകനായിട്ട് വന്നിരുന്നെങ്കിൽ എന്താവും എന്ന് കാണിക്കാൻ വേണ്ടി ദിലീപേട്ടനെ കൊണ്ടുവന്ന് പടം ഫ്ലോപ്പായി. ഇങ്ങനെ ഓരോ സിനിമകൾ ഈ തവണ വന്ന എല്ലാ സിനിമയും എനിക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നിയേക്കണം. ആകെ രാമലീല വന്നതിന് ശേഷം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഏതാണ് ദിലീപേട്ടൻ്റെ പടം വന്നേക്കണം. വേറൊന്നും വന്ന സിനിമയിലൊക്കെ ഉള്ള കണ്ടന്റ് എന്നാണ് ചതിക്കപ്പെടുന്ന നാടെ, പറ്റിക്കപ്പെടുന്ന നാടെ, കേസിൽ കുടുങ്ങുന്ന നാടെ. എന്ന് വെച്ചാൽ ദിലീപേട്ടന് ഇതിലൊരു കേസ് വന്നതിന് ശേഷം വന്നേക്കുന്ന സിനിമകളൊക്കെ ഇങ്ങനെയാണ്. ദിലീപേട്ടൻ ന്യൂസുകാർക്കൊക്കെ കൊടുത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, എനിക്ക് എന്നുവെച്ചാൽ സിനിമ നന്നായി പോലും എൻ്റെ പടങ്ങൾ ആൾക്കാർ പോയി കാണുന്നില്ല, എനിക്ക് വളരെയേറെ ഡി ഗ്രേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്നെ തകർക്കാൻ ശ്രമിക്കുന്നതൊക്കെ പറഞ്ഞ് ദിലീപേട്ടൻ പത്രക്കാർക്കും പിന്നെ ഈ പറഞ്ഞ ചാനലുകാർക്കും ഒക്കെ കൊടുത്ത് സംസാരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ സിനിമയുടെ ക്വാളിറ്റി ഇല്ലായ്മ തന്നെയാണ്. നല്ലൊരു കഥയോ നല്ലൊരു കഥാപാത്രമോ നല്ല രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ല. സത്യം പറഞ്ഞ സിനിമയിൽ ഒരു സിനിമ കാണുമ്പോൾ നമുക്കൊരു പുതുമ തോന്നണം. തമാശ ആവട്ടെ എന്താവട്ടെ, ഒരു ചെറിയൊരു പുതുമയെങ്കിലും അല്ലെങ്കിൽ കഥക്കോ കഥാപാത്രങ്ങൾക്കോ ഒക്കെ തോന്നിയാൽ മാത്രമല്ല ആൾക്കാർ കണ്ടിരിക്കുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ ആവില്ല പഴയ കഥ പോലെ തന്നെ അല്ലെ, പഴയ കാര്യങ്ങൾ തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ ഉപരി എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പടങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ ആർക്കും ഒരു തൃപ്തി ഉണ്ടാവില്ല. അത് തന്നെയാണ്. പിന്നെ ഇത്രയും കോടികളൊക്കെ മുടക്കി പണം പിടിച്ചിട്ടത് കാര്യം. അധികം കോടികളില്ലെങ്കിലും പടം നല്ലതാണെങ്കിൽ വിജയിക്കും എന്നതിന് ഉദാഹരണം തന്നെയല്ലേ ഇപ്പം ഈ തവണ ഇറങ്ങിക്കുന്ന എല്ലാ പടങ്ങളും. മഞ്ഞുമേൽ ബോയ്സ് 25 കോടിക്ക് ഇറക്കിയ സിനിമ 250 കോടി മേലെ പിടിച്ചില്ലേ. ഇനി അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പ്രേമലു, അതേപോലെ തന്നെ ഓരോ പടങ്ങൾ നിസ്സാര പൈസക്കാണ് ഇപ്പം പിടിച്ചേക്കണേ. ഈ നിസ്സാര കോടികൾക്ക് നമുക്ക് നോക്കാൻ പറഞ്ഞാൽ വലിയ എമൗണ്ട് ആട്ടാ. ഈ സിനിമക്കാരെ കണക്ക് നോക്കിയാൽ ഇപ്പം അല്ലെങ്കിൽ സാധാരണ സിനിമ ഇറങ്ങുന്ന എമൗണ്ട് വെച്ച് നോക്കിയാൽ നിസ്സാര എമൗണ്ടിന് എടുക്കുന്ന സിനിമകൾ കോടികൾ വരുന്നുണ്ട്. ഈ തവണ 2024 ഉണ്ടായിട്ട് 2 മാസങ്ങൾ കൊണ്ട് തന്നെ 500 കോടി മേലൊക്കെ, 500 കോടി അല്ലല്ലേ അതിന് മേലെന്തോ ആയിരുന്നു, അത്രയും എമൗണ്ട് മലയാള സിനിമ നേടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ലൊരു വർഷമാണ് മലയാള സിനിമക്ക് നോക്കിക്കഴിഞ്ഞാൽ തരാം. എന്നാലും അത് ദിലീപേട്ടൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ വളരെ മോശം വർഷവും കൂടിയാണ്. പിന്നെ 2-3 വർഷമായിട്ട് ദിലീപേട്ടൻ്റെ സ്ഥിരം തന്നെയാണ്. അപ്പോൾ അതിലൊരു വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇപ്പം പല സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ പലരും ദിലീപേട്ടനെ വിളിക്കുകയോ ദിലീപേട്ടനിൽ നിന്ന് മാറുകയോ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പല സിനിമകളിലും അല്ലെങ്കിൽ ഏതൊക്കെ സിനിമയിൽ നിന്ന് ദിലീപേട്ടനെ മാറ്റി എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകളൊക്കെ കേൾക്കാൻ ഇടയുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ തന്നെയാണ്. ഒരു പടങ്ങളും ഇപ്പോൾ വിജയിക്കുന്നില്ല, എല്ലാ പടങ്ങളും പൊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഇനിയെങ്കിലും ഒരു നല്ല സ്റ്റോറി ആണെന്ന് തോന്നുന്നൊക്കെ എടുക്കണം ജനങ്ങളെ. ദിലീപേട്ടൻ തന്നെ സിനിമ കേട്ട് നോക്ക്, വെറുതെ കാഴ്ചയല്ലല്ലോ. ഒരു സിനിമ കാണുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന ലെവലിൽ ആ പടം കണ്ടു നോക്ക്, അല്ലെങ്കിൽ ഒരാൾ കഥ പറയുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന ലെവലിലൊന്ന് ഇരുന്ന് കേട്ട് നോക്ക്. വെറുതെ ഇനിയുള്ള കാര്യങ്ങൾ ഈ മാസം ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. ദിലീപേട്ട മാസം ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ അതൊന്നല്ല ഉൾക്കൊള്ളുന്നത്. ജനങ്ങൾക്ക് പടം ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയണം. സിനിമ കാണാൻ ആൾക്കാർ പോകണമെന്നാണ്. ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുന്നതാണ് അവനക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ്, അവനക്കൊരു ആസ്വാദനത്തിന് വേണ്ടിയാണ്. അവൻ്റെ ആ വിലപ്പെട്ട 2.5 മണിക്കൂർ നമ്മൾ ആ സിനിമ തിയേറ്ററിൽ കൊണ്ട് കളയുന്നത് തന്നെ അവൻ്റെ ആ സമയം നല്ല രീതിയിൽ ചിലവഴിക്കാൻ വേണ്ടിയാണ്. ഇത് ഇരുത്തി വേർപ്പിച്ചിട്ട് അവസാനം എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നുള്ള ചിന്ത കിട്ടുകയാണെങ്കിൽ
പിന്നെ അതിനെക്കുറിച്ച് വലിയ കാരണം എന്തെങ്കിലും പറയണോ? ഒന്നും തന്നെ ഇല്ല. ശരിയാണ്, ദിലീപേട്ടൻ ഇപ്പോൾ വളരെ മോശം വർഷങ്ങളാണ്, വളരെ മോശം അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. കേസും വയ്യാവേലി അത് ഇതൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ ശരിയാണ് സിനിമ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ എന്തോ അഭിനയം മോശമായിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അതാണ് കാര്യം. ഇപ്പൊ ബാന്ദ്രയിലൊക്കെ ഉള്ള ഈ കാട്ടായം ഡോൺ സിനിമ ഇറങ്ങിയതല്ലേ പണ്ട്, ദി ഡോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപേട്ടൻ്റെ സിനിമ. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നാറുണ്ട് തനിക്ക് എടുത്താൽ പൊന്താത്ത കുറച്ച് കാര്യങ്ങളാണ് അതിലുള്ളത് എന്നുള്ളത്. അതേപോലെ തന്നെ സത്യം പറഞ്ഞാൽ ബാന്ദ്ര വന്നപ്പോൾ എനിക്ക് തോന്നിയത് എടുത്താൽ പൊന്താത്ത എന്തൊക്കെയാണ്. കഥ ദിലീപേട്ടൻ്റെ കഥയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അവസ്ഥ എന്ന് നോക്കി. അപ്പൊ നല്ല സിനിമകൾ വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് ഇപ്പോഴും. പവി കാർട്ടേക്കർ വന്നപ്പോൾ ദിലീപേട്ടനും കൂടിയും ഇപ്പൊ നമ്മുടെ ഈ മലയാള സിനിമയുടെ റൂട്ടിലേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായി. കാരണം പൃഥ്വിരാജ്, അതേപോലെ തന്നെ ഫഹദ്, ആവേശമൊക്കെ നല്ല രീതിയിൽ തന്നെ കളക്ഷൻ നേടാറുണ്ട്. ഫഹദ്, അതേപോലെ തന്നെ ഓരോ മമ്മൂക്ക, ലാലേട്ടന്റെ പടം ഇപ്പൊ ഏറെ കുറെ കേട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ലാലേട്ടൻ 2-3 നല്ല പടങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നല്ല പ്രതീക്ഷ ഉണ്ട്. അപ്പൊ ട്രാക്കിലായിട്ടുണ്ടാവും വിചാരിച്ചു. അപ്പൊ ഇവരൊക്കെ ട്രാക്കിലായ സ്ഥിതിക്ക് ഇനി ദിലീപേട്ടനും കൂടി ട്രാക്കിലാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ആ പ്രതീക്ഷ ദിലീപേട്ടൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് പടങ്ങളൊന്നും ചെയ്യണ്ട, എന്തിനാണ് ഒരുപാട് പടങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്ത പടമാണ് എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പടമായിരിക്കും ചെയ്താൽ മതി. ഇപ്പൊ ജോക്കർ സിനിമ ഉണ്ടല്ലോ നമ്മുടെ ഇംഗ്ലീഷ് ഹോളിവുഡിലുള്ളത്, അത് ജോക്കറായിട്ട് അഭിനയിച്ചോ മരിച്ചു, ഓസ്കാറൊക്കെ കിട്ടിയാണ്. പക്ഷെ അതൊന്നും മേടിക്കാനുള്ള ഇതുണ്ടായില്ല അവനക്ക്. ആളെന്ത് സൂയിസൈഡ് ചെയ്തെന്നാണ് പറഞ്ഞത്. അതിന് കുറെ കഥകളും കാര്യങ്ങളും ഉണ്ടായിട്ടാ. പക്ഷെ ഇപ്പോഴും അയാളെ പേര് അറിയപ്പെടുന്നില്ല. ഒരു പടമല്ല അഭിനയിച്ചിട്ടുള്ളൂ. ആ ഒരു പടം അഭിനയിച്ചാൽ പോലും അവൻ അറിഞ്ഞു അവനെന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അയാൾ എന്താണെന്നുള്ള ആള് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ജനങ്ങളെ മനസ്സിലും സിനിമയിൽ. അതേപോലെ തന്നെ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നതിലല്ല, നമ്മൾ ചെയ്യുന്ന പടങ്ങൾ ഇപ്പൊ ദിലീപേട്ടന്റെ കരിയർ അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് സിനിമകളുണ്ട്. എത്ര വട്ടം കണ്ടാലും മടുക്കാത്ത സിനിമകൾ. ഇപ്പൊ പഞ്ചാബി ഹൗസ് ആവട്ടെ, CID മൂസ ആവട്ടെ, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മ എത്ര കണ്ടാലും നമുക്ക് മടുക്കൂല പടം. എത്ര കേട്ടാലും അതിലെ തമാശകൾ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം അങ്ങനെയുള്ള പടങ്ങളൊക്കെ മലയാളികൾക്ക് സമ്മാനിച്ച വ്യക്തിയാണ് ദിലീപ് എന്ന് പറഞ്ഞാൽ താങ്കൾ. അപ്പൊ താങ്കളുടെ സിനിമ ഇപ്പൊ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? നല്ല കഥകളില്ലെങ്കിൽ ആ സിനിമ ചെയ്യാതിരിക്കുക, നല്ല ഡയറക്ടർ അല്ലെങ്കിൽ ആ സിനിമ ചെയ്യാണ്ടിരിക്കുക. അല്ല വെറുതെ ഞാനിപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഞാനും ജീവിച്ചിരിക്കുന്നു എന്നറിയാൻ വേണ്ടി വെറുതെ കുറെ സിനിമകൾ ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിലീപേട്ടനെ പോലത്തെ ഒരു നല്ലൊരു നടൻ, ജനങ്ങളെ ജനപ്രിയ നടൻ എന്ന് ഇപ്പോഴും ദിലീപേട്ടനെ തന്നെ പറയുന്നത്. പല ബേസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ജനപ്രിയ നടൻ എന്നുള്ള ടൈറ്റിലാണ് ഇപ്പോഴും ദിലീപേട്ടൻ അറിയപ്പെടുന്നത്. ആ പേര് പോവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള അഭിനയങ്ങൾ ഇനിയും ദിലീപേട്ടൻ്റേത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതിനുള്ള കഴിവുള്ളൊരു വ്യക്തിയാണ് ദിലീപേട്ടൻ. ദിലീപേട്ടൻ വന്നാൽ തന്നെ ഇപ്പൊ പല സിനിമകളും വിജയിക്കുന്നതിന് കാര്യം, ഇപ്പൊ ഈ പറയുന്ന സത്യമൂർത്തി എന്നുള്ള സിനിമ ഉണ്ടായിരുന്നില്ലേ, അങ്ങനെയാണ് പേരെന്ന് എനിക്ക് തോന്നട്ടാ. പടം നല്ലതുകൊണ്ടല്ല ആ പടത്തിന് അത്രയും കളക്ഷൻ നേടിയത്. പടം ആവറേജ് പടമായിരുന്നു. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഈ പറയുന്ന ജനപ്രിയ നായകൻ. ഈ അമ്മമാരും ഈ കുട്ടികളൊക്കെ ഉമ്മ പറയും ദിലീപിന്റെ പടമല്ല, നമുക്ക് ഫാമിലി ആയിട്ട് പോയി കാണാം. കാരണം നമുക്ക് ഫാമിലി ആയിട്ട് പോയി ഇരുന്ന് കാണാനുള്ള ഉണ്ട്, ഒരു വെറുപ്പിക്കലും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. പക്ഷെ ഇപ്പൊ അവർക്ക് പോലും അടുത്തോ കാരണം വേണ്ട ഫുൾ ക്രഞ്ചും ചള്ളിയാണ് എന്നുള്ള മെന്റാലിറ്റി ആയി. കാരണം ആൾക്കാർ പല ഭാഷകളിലുള്ള സിനിമ കണ്ടു തുടങ്ങിയപ്പോ. കാരണം കയ്യെത്തും ദൂരത്താണ് സിനിമകളൊക്കെ. പണ്ടത്തെ പോലത്തെ ഇപ്പോൾ ടെലിവിഷനിൽ വരുന്ന സിനിമകൾ കാണല്, തിയേറ്ററിൽ പോയി സിനിമകൾ കാണുന്നതല്ല. OTT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിൽ തന്നെ തുറന്നു കിട്ടിയേക്കാണ്. വീടുകളൊക്കെ സ്മാർട്ട് TVകളും കയ്യിലാണ് സ്മാർട്ട് ഫോണൊക്കെയാണ്. എല്ലാ ഭാഷകളിലുള്ള എല്ലാ തരം പടങ്ങളും കാണാം. ഇപ്പം എൻ്റെ ഫോണിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 8-10 സിനിമകൾ കിടക്കുന്നുണ്ട്. അതിൽ 7-8 ഹോളിവുഡ് സിനിമകൾ, അതിൻ്റെ തന്നെ ഹിന്ദിയും തമിഴും തെലുങ്കൊക്കെ കിടക്കുന്നുണ്ട്. മലയാളം പടം ഒന്നും തന്നെ ഇല്ല. ഇന്നലെ വരെ മഞ്ഞുവൽ ബോയ്സ് ഉണ്ടായിരുന്നു, അത് ഇറങ്ങാൻ ഞാനിന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പം മലയാള സിനിമകൾ ഒന്നും തന്നെ എൻ്റെ ഫോണിൽ കിടക്കണില്ല. കാരണം കാണാൻ പറ്റിയൊരു മലയാള സിനിമ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം ആ രീതിയിലാണ് നമ്മുടെ മലയാള സിനിമയുടെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ മലയാള സിനിമ മോശം അവസ്ഥയിലേക്ക് പോയി എന്നല്ല പറയുന്നത്. ഇപ്പം ഇത്രയും സിനിമകൾ ഈ പറഞ്ഞില്ലേ, ഈ 2024 നല്ല കളക്ഷനാണ് മലയാള സിനിമയിൽ നേടുന്നത്. എന്താ പോലും അറിയപ്പെടാണ്ട് പൊട്ടിപ്പോണ ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്ത് പറയുന്ന 2-3 സിനിമകൾ, ആവേശം, ഭ്രമയുഗം, അതേപോലെ തന്നെ വേണമെങ്കിൽ മലയാളി ഫ്രം കേരള മലയാളി ഫ്രം ഇന്ത്യ, അതത്ര വിജയിച്ചു എന്ന് ചോദിക്കാൻ പറയാൻ പറ്റൂല, എന്നാൽ പോലും കുഴപ്പമില്ല. പിന്നെ പ്രേമലു, അതേപോലെ മഞ്ഞുവൽ ബോയ്സ് എന്നൊക്കെ പറഞ്ഞ പടങ്ങളല്ലേ, അതൊന്നല്ല, അത് ഒരുപാട് പടങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങി പോയിട്ടുണ്ട്, നമ്മ അറിയാതെ പോയിട്ടുണ്ട്.
കാണാതെയും കേൾക്കാതെയും പോയിട്ടുണ്ട്, ഒരുപാട് പടം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് പടങ്ങളാണ് പൊളിഞ്ഞു പോണത്. കഴിഞ്ഞ വർഷം തന്നെ പൊളിഞ്ഞതിൻ്റെ കണക്ക് നോക്കട്ടെ, 274 മേലെ ചിത്രങ്ങൾ മലയാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 സിനിമകൾ എന്താണ് കളക്ഷൻ നേടിയിട്ടുള്ളത്. ഈ വർഷം പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരുപാട് പടങ്ങൾ പൊളിഞ്ഞു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നല്ല കഥയോ കഥാപാത്രങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ദിലീപേട്ടനിൽ നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഓരോ പ്രേക്ഷകന്. ആ പ്രതീക്ഷകൾ ഇല്ലാതാക്കിയത്. ഓക്കെ.